ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ബോക്സ് ഉണ്ടാക്കാനായിട്ട് 2 ഹാർട്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നേരെ ഒരു റെഡ് ചാർട്ട് പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത ശേഷം അതിൻ്റെ എഡ്ജസിൽ ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ വാലന്റൈൻസ് ഡേ തീം ആയതുകൊണ്ടാണ് റെഡ് എടുത്തത്. ഇത് ലൈറ്റ് പിങ്ക്, വൈറ്റ്, മെറൂൺ ഇങ്ങനത്തെ കളേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ഹാർട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നീളത്തിലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴതൊന്ന് ബെൻഡായിട്ട് വരും. ഇനി ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ബാക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ കാർഡ്ബോർഡിനൊന്ന് ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈ ഹാർട്ട് ഷേപ്പിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോക്സിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറിലുള്ള A4 ഷീറ്റാണ് എടുത്തത്. നമ്മുടെ ഷോപ്പിംഗ് ബാഗിൽ ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി റൂം ഡെക്കറേഷൻ ലാമ്പ് ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ഈ A4 ഷീറ്റ് വെച്ചിട്ട് ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഹാർട്ട് ഷേപ്പിന് ചുറ്റും ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് കൊടുത്തു. ഇനി ഈ ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാനൊരു ഗോൾഡൻ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കൊരു റിബൺ വെച്ചിട്ട് ഇതൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.